ഓപ്പറേഷൻ തൂഫാൻ ജനകീയവൽക്കരിക്കണമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യവുമായി മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന് നിവേദനം നൽകി. പദ്ധതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളെയും വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളെയും ഉൾക്കൊള്ളിക്കണം എന്നാണ് ആവശ്യം. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പോലീസ് ആരംഭിച്ചതാണ് ഓപ്പറേഷൻ തൂഫാൻ. എക്സൈസ്, വിദ്യാഭ്യാസ, ആരോഗ്യ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ ജനകീയ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താനുള്ള നടപടി വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. ആശയം സ്വീകാര്യമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്. ഇതൊന്നുകൂടി ജനകീയവൽക്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റിന് വലിയ സഹായവും. എല്ലാം മൊത്തത്തിൽ ജില്ലയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു മൂവ്മെന്റ് നടത്തണം. കളക്ടർ വളരെ താല്പര്യപൂർവ്വമാണ് നമ്മുടെ നിവേദനം സ്വീകരിച്ചതും അഭിപ്രായപ്പെട്ടതും. ഓരോ ജില്ലയിലും 100 പേരെ വീതം തുഫാൻ വോറിയർമാരായി നിയോഗിക്കാനുള്ള ആലോചനയും ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായുണ്ട്. ജില്ലാ പോലീസ് മേധാവിയായിരിക്കും ഇവരെ തെരഞ്ഞെടുക്കുക. തുഫാൻ യജ്ഞം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ 1442 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 1559 പേരെ അറസ്റ്റ് ചെയ്തു. 111.58 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. 1.13 കിലോ MDMAയും പിടിച്ചു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.